അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന അച്ചുവിന് ഫോൺ ചെയ്തിട്ട് അവരെ ഒന്നും ചെയ്യണ്ട, നിൻ്റെ ജോലിക്കത് എന്തെങ്കിലും പ്രശ്നമാകും, അവരങ്ങനത്തെ ആൾക്കാരാണ് എന്നെല്ലാം പറയാൻ കേട്ടോ. സാരമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. അർച്ചനയോട് പെറ്റീഷൻ എഴുതി തരാൻ പറയുമ്പോൾ അർച്ചന അത് കേൾക്കില്ലല്ലോ. അത് ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്യാം എന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം അച്ചു ഫോൺ വയ്ക്കുകയാണ്. പിന്നീട് അർച്ചന ദീപ്തിയോട് പോയി പറയുകയാണ്, അവന് ഞാൻ കംപ്ലയിൻ്റ് എഴുതി കൊടുക്കാതെ വിഷമമായി തോന്നുന്നു, ഞാൻ അവൻ്റെ ജോലിക്ക് വല്ല പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഒരു തരം ആൾക്കാരാണ്, ആകെ മൊത്തം അവന് വിഷമമായി എന്ന് തോന്നുന്നു എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ദീപ്തി പറയും, അവനെക്കുറിച്ച് നീ ഓർത്ത് ഒന്നും വിഷമിക്കേണ്ട, കാരണം അവൻ ബുദ്ധിയുള്ളവനാണ്, അവൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അമ്പാട്ട് സത്യനും വിമലയും ചന്ദ്രയും രുക്കും കൂടിയിട്ട് ഇങ്ങനെ പറയണം കേട്ടോ. രുക്കും ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ശരി അച്ചുവിനൊരു സ്വീകരണം കൊടുക്കണം, നല്ലൊരു സ്വീകരണം കൊടുക്കണം, എവിടെയെങ്കിലും ഒരു ദിവസം വെച്ചിട്ട് എന്നെല്ലാം പറയണം. അവർക്കൊരു പാർട്ടി ചെയ്യണം, ഫംഗ്ഷൻ ചെയ്യണം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ വിമല വിചാരിക്കുന്നുണ്ട്, ഇവർക്ക് ഇനിയും അച്ചുവിനെ പറ്റി മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര പറയേണ്ടത്, ഇനി അച്ചു ആയിരിക്കണം, നമ്മുടെ കയ്യിലായിരിക്കണം, നമ്മൾ പറയുന്നത് നീ വേണം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ. നീ എന്തായാലും എവിടെയാണ് പറഞ്ഞ ഫംഗ്ഷൻ തീരുമാനിച്ചോ, അച്ചുവിൻ്റെ ലീവിൻ്റെ കാര്യം സമയത്തിൻ്റെ കാര്യം ഒന്നും നീ വിചാരിക്കേണ്ട, കാരണം അവൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ സത്യം പറയണേ, ഇനി എന്തായാലും ഇവിടെ ചന്ദ്രകാന്തത്തിൽ വന്നിട്ട് വേണം ആൾക്കാർ ഓരോ കാര്യങ്ങളും അന്വേഷിക്കാൻ, കാരണം ചന്ദ്രകാന്തത്തിലാണ് അച്ചു ഇരിക്കുന്നത്, അത് ഓർമ്മ വേണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് വേണം നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, കാരണം അവൻ പോലീസുകാരനായിട്ട് ചന്ദ്രകാന്തത്തിലാണ്, അമ്പാട്ട് വീട്ടുകാർ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം രുക്ക് പറഞ്ഞു, അവരറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നുള്ളത് എനിക്കറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് വിമല പറയുന്നുണ്ട്, അമ്പാട്ട് വീട്ടുകാർ വിചാരിക്കുന്നുണ്ട് വിമല അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് സത്യൻ ഇങ്ങനെ പറയണം കേട്ടോ, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ തന്നെ നിർത്തണം അച്ചുവിനെ ഭയങ്കരമായിട്ടും അച്ചുവിനെ വെച്ച് ചൂഷണം ചെയ്യണം എന്നാണ് സത്യം പറയുന്നത്. അതിനെ പിന്താങ്ങിയിട്ടാണ് ചന്ദ്രയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം വിശ്വൻ ഫോൺ വിളിക്കുകയാണ് കേട്ടോ, എൻ്റെ പിള്ളേരെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, നീ അതെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ സത്യനിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ പറയാം, എൻ്റെ അളിയനാണ്, ഞാൻ വേണ്ട പോലെ ചെയ്തോളാം കാര്യങ്ങൾ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ചന്ദ്രയോട് പറയാണ്, അവരെ പിടിച്ച് വിശ്വൻ്റെ പിള്ളേരെ പിടിച്ചിട്ടാക്കിയിട്ടുണ്ട്, അളിയനെ ഫോൺ ചെയ്തിട്ട് ഞാൻ അവരെ ഇപ്പോൾ ഇറക്കണം എന്നിങ്ങനെ പറയുമ്പോൾ വിമല പറയുന്നുണ്ട്, എന്തായാലും നടന്നതൻ്റെ അച്ഛൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിമലയോട് സത്യരെല്ലാവരും കയർക്കുകയാണ് കേട്ടോ, നിനക്ക് അർച്ചനയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ എന്നിങ്ങനെ ചോദിക്കുമില്ല, ഞാൻ ആരുടെ കാര്യത്തിൽ നിന്നല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം സത്യം ഫോൺ ചെയ്യുമ്പോൾ അച്ചു ഫോണേ എടുക്കില്ല കേട്ടോ. അതിനുശേഷം വിശ്വൻ പിന്നെ വീണ്ടും ഫോൺ വിളിക്കുകയാണ്, പിള്ളേരെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണമെന്ന്, പേടിക്കേണ്ട ഞാനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് സത്യം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അവിടുത്തെ ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കുമോ, പിന്നെ എന്താ പ്രശ്നം, എവിടെ നിങ്ങളുടെ SI എവിടെ, എൻ്റെ അളിയനാണ് SI എന്ന് പറയും. കയറി പോകുമ്പോഴേ പോലീസുകാർ ചോദിക്കണ്ടേ എന്താ നിങ്ങളിങ്ങനെ വന്നത് ചോദിക്കും. അതേസമയം ആ പിള്ളേരോട് പോയിട്ട് ചോദിക്കും, നിങ്ങളെ എന്താ ചെയ്തത് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കൈ പിടിച്ച് തിരിച്ചു, അങ്ങനെ പോലീസുകാരൻ തല്ലി എന്നെല്ലാം പറയണം കേട്ടോ. അവിടുത്തെ പോലീസുകാരനോട് ചോദിക്കുകയാണ്, എവിടെ നിങ്ങളുടെ അച്ചു സാർ എവിടെ, ഞാൻ അയാളുടെ അളിയനാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേപോലെ ഈ ലോക്കപ്പ് തുറക്കുക, അവരെ പുറത്ത് വിടുക എന്ന് പറയണം. FIR എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കും, ഇല്ല പറയും. എന്നാൽ ഇറക്കി വിടുക പറയും, ഇല്ല ഞങ്ങൾ സാറ് പറയാതെ ഇറക്കില്ല എന്ന് പറയണം കേട്ടോ. നിങ്ങളെ ആരാന്നറിയോ, ഞാൻ അച്ചുവിൻ്റെ അളിയനാണ്, പിന്നെ വിജയശങ്കർ ആരാന്നറിയോ, അഡ്വക്കേറ്റ് വിജയശങ്കർ ആരാന്നറിയല്ലോ, അതെ നിങ്ങളുടെ തൊപ്പി അങ്ങോട്ട് തെറിപ്പിക്കും, നിങ്ങളുടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് ഇത് തുറന്നോ എന്ന് പറയണം കേട്ടോ. ആ പോലീസുകാരൻ മനസ്സോട് കൂടിയിട്ട് തുറന്നു കഴിഞ്ഞതും പ്രതികൾ പുറത്ത് വന്നതും പറയും, നിങ്ങളിപ്പോൾ എന്താ വിചാരിച്ച് ഞങ്ങളെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, എവിടെ നിങ്ങളുടെ അച്ചു സാറ് എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അതേസമയം തന്നെ അച്ചു വരുമ്പോൾ ഇവരെ തുറന്നത് കണ്ടിട്ട് ചോദിക്കും പോലീസുകാരനോട്, നിങ്ങൾക്ക് ആരാ തുറക്കാൻ അനുമതി തന്നത് എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. ഇത് ഇയാൾ പറഞ്ഞിട്ടാണ്, സത്യൻ സാറ് പറഞ്ഞിട്ടാണ് പറയും. സത്യം സാറോ, ആരാണത് സാറ്, നിങ്ങളാരാണ് ചോദിക്കും. ചന്ദ്രകാന്തത്തിൽ മതി, ഇവിടെ അളിയനും മച്ചമ്പിയും ഒന്നും ഇവിടെ ഇല്ല, അത് ചന്ദ്രകാന്തത്തിൽ നടന്നാൽ മതി, ഇവിടെ അങ്ങനത്തെ ഒരു ഇതാവില്ല എന്ന് പറയും. നീ എന്താടാ നീ ചന്ദ്രകാന്തത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്നോട്, നീ അങ്ങോട്ടേക്ക് വാ പറയും. ഞാൻ അങ്ങോട്ടേക്ക് വരാം പറഞ്ഞിട്ട് ഒരു വാക്ക് തർക്കമാകണം. അതിനുശേഷം അച്ചു സത്യനെ അടിക്കാൻ വേണ്ടി കൈക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം ആ കൈ പിടിച്ച് തിരിച്ചിട്ട് സത്യനാകെ നാണം കെട്ടു പോവുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്.